പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം അല്പസമയത്തിനകം സമർപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പ്രതി അമീറുൽ ഇസ്ലാം തന്നെ എന്ന് ഉറപ്പാക്കുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, കുറ്റപത്രം സംബന്ധിച്ച് പ്രത്യേകിച്ച് അതിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പ്രതി അമീറുൽ തന്നെയാണ്, കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ്. എപ്പോഴേക്കായിരിക്കും സമർപ്പിക്കുക? വിവരങ്ങൾ. സൗമ്യ, 10:30 തന്നെ ജിഷ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തും. കോടതി സിറ്റിംഗ് തുടങ്ങണമെന്നില്ല, അതിനു മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കും. കോടതി ഓഫീസിലായിരിക്കും കുറ്റപത്രം കൊടുക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതി അമീറുൽ ഇസ്ലാമാണ് എന്ന് ഉറപ്പാക്കുന്ന ശക്തമായ തെളിവുകളോട് കൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ പ്രതി അമീറുലാണ് എന്ന് ഉറപ്പാക്കുന്നതായി കുറ്റപത്രം സൂചിപ്പിക്കുന്നുണ്ട്. അമീറുൽ ഇസ്ലാമിനെതിരെ കൊലപാതകം, മാനഭംഗം, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ, ഇതുകൂടാതെ ദളിത് പട്ടികവർഗ പീഡന വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 10:30 തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. അതേസമയം അനാറുൽ ഹസൻ എന്ന തന്റെ കൂട്ടാളി ഉണ്ടായിരുന്നു കൊലപാതക സമയത്ത് എന്ന് അമീറുൽ ഇസ്ലാം നേരത്തെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ കൊലപാതക സമയത്ത് അനാറുൽ അവിടെ ഉണ്ടായിരുന്നില്ല, പെരുമ്പാവൂരിൽ നിന്ന് പോയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അമീറുൽ മാത്രമാണ് പ്രതി എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാണ് സൂചന. എന്തായാലും 10:30 തന്നെ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം ഇന്ന് കോടതി പരിഗണിക്കില്ല. ഈ കേസ് ഇനി അടുത്ത് പരിഗണിക്കുന്നത് ഈ മാസം 20-ആം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച തന്നെയായിരിക്കും കുറ്റപത്രം കോടതി പരിഗണിക്കുക. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദചാമിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്ന് വി എം സുധീരൻ. ഇതിന് രാഷ്ട്രീയ താത്വിക നിലപാടുകൾ തടസ്സമാകരുതെന്നും സർക്കാർ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ലെന്നും സുധീരൻ ആരോപിച്ചു. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗോവിന്ദചാമിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമോ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ കാര്യമായ ആശങ്ക ജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ യാതൊരു സംശയം ആർക്കുമില്ല. വധശിക്ഷയെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ, പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് സാധാരണ കോടതി പറയാറുണ്ടല്ലോ. സൗമ്യ കേസ്, ജിഷ കേസ്, ഇതുപോലുള്ള കേസുകൾ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സൗമ്യ കേസ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലർമാരെ ഏകോപിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അഡ്വക്കേറ്റ് സുരേഷൻ കേസിൽ അലംഭാവം കാണിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഷൊർണൂരിൽ സൗമ്യയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. 4 അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ സുപ്രീം കോടതിയിലെ കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ച് ഉത്തരവ് കൊടുത്തു. 2015 ഫെബ്രുവരിയിൽ സുരേഷിനെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന സീനിയർ ഗവൺമെൻറ് അഡ്വക്കേറ്റിനെ സഹായിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ഉത്തരവ് ഇറക്കി. ഈ 2 ഉത്തരവുകളും ഈ കേസ് നടത്തിപ്പിൽ പാലിച്ചിട്ടില്ല. ഈ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു കോർഡിനേഷന് ശ്രമിച്ചിട്ടില്ല. രാജ്യം പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ദളിത് നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനിയെയാണ് അഹമ്മദാബാദിൽ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം തന്നെ രാജ്യത്ത് ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ ഗുജറാത്ത് പോലീസിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം അതിശക്തമാവുകയാണ്. നിലവിൽ ദളിത് നേതാവ് ജിഗ്നേഷ് മഹാനിയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാജ്യമൊട്ടാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷമാണ്. ഈ ആഘോഷ ചടങ്ങുകളിൽ വലിയ രീതിയിലും മറ്റും ആക്രമണത്തിന് ഗുജറാത്തിൽ സാധ്യതയുണ്ട് എന്നൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്നാണ് ഗുജറാത്ത് പോലീസ് പറയുന്നത്. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ
പശ്ചാത്തലത്തിലാണ് ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനി അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസ് നൽകുന്ന വിശദീകരണം. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് മഫ്തി വേഷത്തിലെത്തിയ പോലീസുകാരാണ് നിലവിൽ മെവാനിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ദില്ലിയിൽ ദളിത് സംഘർഷ് റാലി നടന്നിരുന്നു. ഈ കേന്ദ്ര സർക്കാർ ദളിതർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭമായിരുന്നു ദില്ലിയിൽ നടന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നിരുന്നു. ഇതിൽ മെവാനിയായിരുന്നു നേതൃത്വം നൽകിയത്. ഇതിന് പിന്നാലെ ഈ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അഹമ്മദാബാദിൽ രാത്രി 8 മണിയോടുകൂടി മഫ്തി വേഷത്തിലെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെവാനിയെ ഇപ്പോൾ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതോടൊപ്പം പട്ടേൽ സമുദായത്തിലെ ചില നേതാക്കളെ കൂടി ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷവും മറ്റും നടക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ്. ഈ ഗാന്ധി നഗറിലും തൊട്ടടുത്തുള്ള ഒരു ദളിത് ഗ്രാമത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. ഇവിടം സന്ദർശിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ ഈ ദളിത് നേതാക്കൾ ഒരു ആക്രമണ പദ്ധതി ഇട്ടിരുന്നു എന്നും മറ്റുമാണ് ഗുജറാത്ത് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദളിത് നേതാവ് മെവാനി അറസ്റ്റ് ചെയ്തത് എന്നാണ് ഗുജറാത്ത് പോലീസ് പറയുന്നത്. ഇതിനെതിരെ പ്രതിഷേധം അതിശക്തമാവുകയാണ്. ഈ സംഭവത്തിൽ കൃത്യമായ വിശദീകരണം പോലീസ് നൽകാൻ തയ്യാറാവണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ദില്ലി ജന്തർ മന്ദറിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ റാലി നടക്കുന്നുണ്ട്. നിലവിൽ ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുന്നതിന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ മെവാനിയുടെ അറസ്റ്റ് എന്നാണ് വിവിധ സംഘടനകളൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നുള്ള ഗുജറാത്ത് പോലീസിന്റെ നീക്കത്തിനെതിരെയുള്ള പ്രക്ഷോഭം അതിശക്തമാവുകയാണ്. സൗമ്യ. മനുഷ്യങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ജിഗ്നേഷ് മെവാനിയെ ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് മെവാനിയുടെ അറസ്റ്റോടുകൂടി കസ്റ്റഡിയിലെടുക്കലോടുകൂടി ഉണ്ടായിട്ടുള്ളത്. 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സർലിംഗ്, പ്ലീന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അജണ്ടയിലുള്ളത് ഈ യോഗത്തിൽ? സൗമ്യ, 3 ദിവസത്തെ സമ്പൂർണ്ണ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ദില്ലി AKG ഭവനിൽ യോഗം ആരംഭിക്കുകയും ചെയ്തു. എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനാ വിഷയങ്ങളാണ്. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഓരോ സംസ്ഥാനങ്ങൾക്കും നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ പുരോഗതി എത്രത്തോളമായി എന്നത് സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളും റിപ്പോർട്ടുകൾ വായിക്കും. ഈ റിപ്പോർട്ടുകൾക്ക് ശേഷം വിശദമായ ചർച്ചയിലേക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം കടക്കുകയും ചെയ്യും. പ്ലീന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ച് വേണ്ട ഭേദഗതികളും നിർദ്ദേശങ്ങളും ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നൽകുകയും ചെയ്യും. അതിനുശേഷം പ്രധാനമായും ചർച്ചയിലേക്ക് കടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളാണ്. ഇത്തരം നയങ്ങൾക്കെതിരെ നേരത്തെ തന്നെ പാർട്ടി പ്രക്ഷോഭ പരിപാടികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ പുരോഗതി വിലയിരുത്തും. നേരത്തെ സെപ്റ്റംബർ 2-ന് പാർട്ടി സംയുക്ത തൊഴിലാളി സമരം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങൾക്കുമെതിരെയുള്ള പല നയങ്ങളും കൊണ്ടുവരുന്നത് പാർലമെൻറ്റിൽ ചർച്ച കൂടാതെയാണ്. ഇത് എങ്ങനെ തടയാൻ കഴിയും എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ പുരോഗതി എന്നിവയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായ വിലയിരുത്തലുകൾ നടത്തും. മറ്റു വിഷയങ്ങൾ അംഗങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ യോഗം ചർച്ച ചെയ്യും. ഇന്നും നാളെയും മറ്റന്നാൾ ഉച്ചയോടുകൂടി യോഗം സമാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ലോറി ഉടമകളുമായി ഉണ്ടാക്കിയ കരാറിൽ വൻ ക്രമക്കേട്. 75 ലക്ഷം രൂപ അനധികൃതമായി കരാറുകാരന് നൽകിയെന്നും ഇത് ഉത്തരവാദികളിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു. ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ബ്രഹ്മപുരം പ്ലാന്റിലെത്തിക്കാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്ക് നൽകിയ കരാറിലാണ് കൃത്രിമം നടന്നത്. 2013-14 വർഷം ഒപ്പിട്ട കരാർ 2014-15 വർഷത്തിലേക്കും പുതിയ ടെൻഡർ വിളിക്കാതെ പുതുക്കി നൽകിയതായി കണ്ടെത്തി. അതേ കരാറുകാരന് തന്നെയാണ് നിയമവിരുദ്ധമായി കരാർ പുതുക്കി നൽകിയത്. പ്രതിദിനം 2 തവണ 10 ടൺ വീതം മാലിന്യം ഓരോ ലോറിയും പ്ലാന്റിലെത്തിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ കേവലം 4.5 ടൺ മാലിന്യം മാത്രമാണ് ഓരോ ലോറിയിലും എത്തിച്ചത്.
10 ടണ്ണിന് നിശ്ചയിച്ച പ്രതിഫലമായ 2750 രൂപ കരാറുകാരന് നൽകുകയും ചെയ്തു. ഇതുവഴി കോർപ്പറേഷന് വൻ തുക നഷ്ടമായി. കരാറിലുണ്ടായിരുന്ന വ്യവസ്ഥ അജണ്ട നോട്ടിലും വർക്ക് ഓർഡറിലും ഒഴിവാക്കി കരാറുകാരനെ സഹായിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. 1,40,00,000 രൂപയാണ് RSP കൺസ്ട്രക്ഷൻസ് എന്ന സ്വകാര്യ കമ്പനി കൈപ്പറ്റിയത്. കേവലം 70 ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്താണ് ഇരട്ടി തുക കരാറുകാരന് ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനധികൃതമായി നൽകിയ 75 ലക്ഷം രൂപ കരാറുകാരനിൽ നിന്നും ഉത്തരവാദികളായ ജീവനക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചിറ്റാറിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജയൻവീലിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 15 വയസ്സുകാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി പ്രിയങ്ക വെന്റിലേറ്ററിലായിരുന്നു. മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്കയോടൊപ്പം തന്നെ ജയൻവീലിൽ നിന്നും തെറിച്ചു വീണ സഹോദരൻ അലൻ തൽക്ഷണം മരിച്ചിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ പുലികളി ഇന്ന്. അരമണി കെട്ടി വയർ കുലുക്കി പുറത്തു ചാടുന്ന പുലിവേഷക്കാർ പൂരനഗരിയിലെത്തുന്ന ആയിരങ്ങളെ ആവേശം കൊള്ളിക്കും. സാംസ്കാരിക നഗരിയിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം തിരുത്തിക്കുറിച്ച ഇക്കുറി പുലികളിക്ക് പെൺപുലികളും എത്തും. വിയൂർ ദേശത്തിന്റെ സംഘത്തിലാണ് ആദ്യമായി പെൺപുലികൾ ചുവടുവയ്ക്കാനായി എത്തുന്നത്. പുരുഷന്മാരുടെ മാത്രം കളിയായി അറിയപ്പെട്ടിരുന്ന പുലിക്കളിയുടെ വർഷങ്ങൾ നീണ്ട ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ്. പുലികളി ഇനി മുതൽ സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. വിയൂർ ദേശത്തിന്റെ പുലിക്കളി സംഘത്തിൽ ഇക്കുറി 3 പെൺപുലികളും അരമണിക്കിളിക്ക് ചുവടുവയ്ക്കും. അതെ, സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരാൻ വേണ്ടി തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നും സ്ത്രീകൾ വരിക തന്നെ വേണം. സ്ത്രീ പീഡനങ്ങൾക്കും സ്ത്രീയുടെ പങ്കാളിത്തമില്ലായ്മയും അവളുടെ സാന്നിധ്യമില്ലായ്മയാണ് അവളുടെ ജീവന് പോലും ഇന്ന് ഭീഷണി. ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ പെൺപുലികളുടെ ചുവടുകൾ കാണാൻ ഏവരിലും ആകാംക്ഷ ഉണരുകയാണ്. പെൺപുലികൾ നാടിനെ വിറപ്പിക്കാൻ എത്തുമ്പോൾ സ്ത്രീകൾ തന്നെയാണ് ഇവർക്കായി മേളമൊരുക്കുന്നത്. പെൺപുലികളുടെ രംഗപ്രവേശത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പുലിവേഷം കെട്ടി സ്ത്രീകൾ കളത്തിലിറങ്ങുന്നതിനായി അക്ഷമരായാണ് ദേശക്കാർ കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. 76-ാം വയസ്സിലും പതിവ് തെറ്റിക്കാതെ ചാത്തുണ്ണി ആശാൻ ഇക്കുറിയും പുലികളിക്കായി എത്തും. തുടർച്ചയായി 60-ാം പുലികളിക്കായാണ് ചാത്തുണ്ണി തയ്യാറെടുക്കുന്നത്. പ്രായമേറിയ പുലിക്ക് ആദരമൊരുക്കാനാണ് ഇക്കുറി അയ്യന്തോൾ ദേശം പുലികളി സംഘത്തെ ഇറക്കുന്നത്. പുലി എന്നാൽ വലിയ ശരീരവും ഒത്ത കുടവയറും വേണമെന്നാണ് വെപ്പെങ്കിലും കഴിഞ്ഞ 60 വർഷമായി പുലിവേഷം കിട്ടുന്ന ചാത്തുണ്ണിയാച്ചാൻ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല. ജന്മനാടായ അയ്യന്തോളിൽ ഇതുവരെ പുലികളി സംഘങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് സംഘങ്ങളിലായിരുന്നു ചാത്തുണ്ണിയുടെ പങ്കാളിത്തം. പതിവ് തെറ്റിക്കാതെ 60-ാം വർഷത്തിൽ കളിക്കൊരുങ്ങിയപ്പോൾ സ്വന്തം നാടിന്റെ പേരിൽ ഒരു പുലികളി സംഘത്തെ ഇറക്കണമെന്ന ആശാന് ആഗ്രഹം പറഞ്ഞറിയിച്ചതോടെ നാട്ടുകാർ ചാത്തുണ്ണിയോടുള്ള ആദരസൂചകമായി അയ്യന്തോൾ ടീമിനെ രംഗത്തിറക്കുകയാണ്. കഴിയുന്നവര് ഇതുവരെ ആവശ്യം തന്നെയായിരുന്നു. കഴിയുന്നവര് നമുക്ക് നല്ല ആവശ്യം. പിന്നെ ഞാൻ ഈ കുറച്ച് ഇരുന്ന് കഴിക്കാത്ത ആളാ. 41 ദിവസം വീട്ടില്. ഈ വർഷം സ്വന്തം നാടിന്റെ സംഘത്തിനായി ചുവടുവയ്ക്കാൻ അവസരം ലഭിച്ചതിൽ ചാത്തുണ്ണി ഏറെ സന്തോഷത്തിലാണ്. പ്രായം 76 പുലിക്കൊട്ട് കേട്ടാൽ ഈ കാരണവർ പുലിക്ക് ചുവടുവയ്ക്കാതെ നിൽക്കാനാവില്ല. തുടർച്ചയായ 60-ാം വർഷവും ഒപ്പം കളിക്കുന്ന പുലികൾക്ക് ആവേശമാവുകയാണ് ചാത്തുണ്ണിയേട്ടൻ. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. തലസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട വൈദ്യുതാലങ്കാര പണികളിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ചെയ്ത ദീപാലങ്കാര പണികളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ക്രമക്കേട് നടന്നതായും കാട്ടി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് റിപ്പോർട്ട് കൈമാറി. ഉദ്യോഗസ്ഥ ഒത്താശയോടെ കരാർ ഏറ്റെടുത്തത് ദേവസ്വം ബോർഡ് മരാമത്ത് പണികളിൽ വിലക്ക് ഏർപ്പെടുത്തിയ വിവാദ കരാറുകാരൻ. ഓണത്തോടനുബന്ധിച്ച് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, MLA ഹോസ്റ്റൽ, പബ്ലിക് ഓഫീസ്, മ്യൂസിയം, നിയമസഭാ മന്ദിരം എന്നിവിടങ്ങളിൽ ദീപാലങ്കാരം നിർവഹിക്കാൻ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് ടെൻഡർ നൽകിയത്. 425 മെറ്റൽ ഹാലജൈഡ് കളർ ലാമ്പുകളും 10,000-ഓളം LED സീരിയൽ സെറ്റുകൾക്കുമായിട്ടാണ് PWD ടെൻഡർ നൽകിയത്. ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടന ദിവസമായ 11-ാം തീയതിക്ക് മുമ്പായി ജോലി പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഉദ്ഘാടന ദിവസത്തിനു ശേഷവും ടെൻഡറിൽ പറയുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചില്ലെന്ന് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കളർ ലാമ്പുകൾക്ക് പകരമായി വൈറ്റ് ലാമ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചതായും ജോലി നേരിൽ കണ്ട് വിലയിരുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ടിലുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് കരാറുകാരൻ ക്രമക്കേട് കാട്ടിയതെന്ന ആക്ഷേപം ശക്തമാണ്.
ടെൻഡർ തുകയുടെ നിശ്ചിത ശതമാനം തുക പെർഫോമൻസ് ഗ്യാരണ്ടിയായി കെട്ടിവെക്കണമെന്ന സർക്കാർ ഉത്തരവ് മറികടന്നാണ് കരാറുകാരൻ കരാർ സ്വന്തമാക്കിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഏറ്റെടുത്ത ജോലികളിൽ കൃത്യവിലോപം കാട്ടിയതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുമ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കരാറുകാരൻ ഇത്തവണ ഓണം വാരാഘോഷത്തിന്റെ ദീപാലങ്കാര ജോലികൾ ഏറ്റെടുത്തത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ക്വാറി ക്രഷർ മാഫിയയ്ക്ക് വേണ്ടി വനംവകുപ്പ് മയിലുകൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന കൊല്ലം ജില്ലയിൽ വെളിയം പഞ്ചായത്തിലെ മാലയിൽ മലപ്പത്തൂർ മയിലുകളുടെ ആവാസകേന്ദ്രമല്ലെന്ന് പുനലൂർ DFOയുടെ റിപ്പോർട്ട്. ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം മയിലുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നില്ലെന്നും മയിലുകൾ സ്ഥലത്ത് വന്നുപോകുന്നേ ഉള്ളൂവെന്നും DFO റിപ്പോർട്ടിൽ പറയുന്നു. പീലി വിടർത്തി ആടുന്ന ആൺമയിലുകളും കുഞ്ഞുങ്ങളുമായി നടക്കുന്ന പെൺമയിലുകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്കെത്തിയ കാടിന്റെ മൃഗങ്ങളുടെയും സംരക്ഷകനാകേണ്ട പുനലൂർ DFO മാത്രം ഇത് കണ്ടില്ല. സ്ഥലം മയിലുകളുടെ ആവാസ വ്യവസ്ഥയല്ല, വന്നുപോവുക മാത്രമാണ് ചെയ്യുന്നത്. കോറി ക്രഷർ യൂണിറ്റുകൾ മയിലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല. മറ്റു വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയും ഇവിടെ കാണാനാകില്ല. ഇങ്ങനെ നീളുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ. ഹൈക്കോടതി അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു DFO സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണെന്നും മയിലുകൾ കൂട്ടത്തോടെ വസിക്കുന്ന സ്ഥലമാണെന്നുമായിരുന്നു അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട്. മാലയിൽ മലപ്പത്തൂരിലെ മയിലുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ നടത്തിവരുന്ന സമരം ഇതോടെ 1300 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. DFOയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ കോറികൾക്ക് അനുകൂല തീരുമാനമെടുത്താൽ കൂടുതൽ കാലം മയിലുകൾ ഇവിടെ ഉണ്ടാകാനേ പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പീപ്പിൾ TV ഇംപാക്ട്. കാസർഗോഡ് പൈവളി സുബ്ബയ്യക്കട്ടയിൽ സർക്കാർ ഭൂമി കയ്യേറി കരിങ്കൽ ക്വാറിക്ക് വേണ്ടി സ്ഫോടനം നടത്തിയെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. സർക്കാർ ഭൂമി കയ്യേറാനും അനധികൃത ക്വാറി നടത്താനും ആരെയും അനുവദിക്കില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സർക്കാർ ഭൂമി കയ്യേറി ക്വാറി തുടങ്ങാനുള്ള നീക്കം സംബന്ധിച്ച് പീപ്പിൾ TV റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പൈവളിക സുബ്ബയ്യക്കട്ടയിൽ 40 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി കരിങ്കൽ ക്വാറിക്ക് വേണ്ടി സ്ഫോടനം നടത്തിയ സംഭവം പീപ്പിൾ TVയാണ് പുറത്തുകൊണ്ടുവന്നത്. വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഗൌരവമുള്ളതിനാൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബു പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറാനോ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കുന്നതിനോ ആരെയും അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് ഇതുവരെ പരാതിയൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു. ആരോപണം സംബന്ധിച്ച് ബന്ധപ്പെട്ട വില്ലേജ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും ജില്ലാ കലക്ടർ ജീവൻ ബാബു പീപ്പിൾ TVയോട് പറഞ്ഞു. പൈവളിക സുബ്ബയ്യക്കട്ടയിൽ സർക്കാർ ഭൂമിയിലൂടെ ഒഴുകുന്ന തോട് തിരിച്ചുവിടുന്നതിന് ശ്രമം നടത്തിയ ക്വാറി മാഫിയ തോട്ടിലെ കരിങ്കൽപ്പാറയിൽ സ്ഫോടനം നടത്തിയതായാണ് നാട്ടുകാരുടെ പരാതി. ഇതേ തുടർന്ന് സമീപത്തെ വീടുകളൊക്കെ കേടുപറ്റി. സ്ഫോടനം നടന്ന സ്ഥലത്തെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് വയലുകൾ മൂടുകയും ചെയ്തു. സർക്കാർ ഭൂമിക്ക് ചുറ്റും 25 ഏക്കർ സ്ഥലമാണ് സ്വകാര്യ സ്ഥാപനം 15 ആളുകളിൽ നിന്നുമായി വിലയ്ക്ക് വാങ്ങിയത്. ഭൂമി കയ്യേറ്റത്തിനും ക്വാറി തുടങ്ങുന്നതിനുമെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, അല്പം മുമ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയാണ് കുറ്റപത്രം ഇപ്പോൾ കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുന്നതേ ഉള്ളൂ. ഈ കുറ്റപത്രം പരിഗണിക്കുന്നത് ഈ മാസം 20-നായിരിക്കും. ഇപ്പോൾ സമർപ്പിക്കുക എന്ന നടപടി മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 190 പേജ് വരുന്ന കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതി അമീറുൽ ഇസ്ലാം തന്നെയാണ് എന്നാണ് കുറ്റപത്രം ഉറപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അമീറുൽ തന്നെയാണ് പ്രതി എന്ന് കുറ്റപത്രം ഉറപ്പുവരുത്തുന്നുണ്ട്. അമീറുൽ ഇസ്ലാമിനെതിരെ അമീറുൽ ഇസ്ലാമിനെതിരെ 449, 376, 302 തുടങ്ങിയ വകുപ്പുകളും ദളിത് പീഡന നിരോധന നിയമ വകുപ്പും ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിക്രമിച്ച് കടക്കൽ, വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കൽ, ബലാത്സംഗം ചെയ്യൽ, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് അമീറുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അമീറുൽ മാത്രമാണ് ഇതിൽ പ്രതി എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നേരത്തെ അനാറുൽ ഹസനും ഇതിൽ കൂട്ടുപ്രതിയാണ് എന്ന രീതിയിൽ വന്നിരുന്നു. അത് പ്രത്യേകിച്ചും അമീറുൽ ഇസ്ലാമിന്റെ മൊഴി അങ്ങനെയായിരുന്നു. അനാറുളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ കൊലപാതക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമീറുൽ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പഴുതടച്ച കുറ്റപത്രമാണ്
സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം DNA അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ 23 പേരുടെ DNA ആണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ നിന്നാണ് പ്രതി അമീറുൽ ഇസ്ലാം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇതിനായി പ്രധാനമായും 3 തരത്തിലാണ് DNA ശേഖരിച്ചത്. ഒന്ന്, ജിഷയുടെ ശരീരത്തിൽ പതിഞ്ഞ, പ്രത്യേകിച്ച് ചുരിദാറിൽ പതിഞ്ഞ ഉമിനീരിൽ നിന്നും വേർതിരിച്ച DNA. പിന്നീട് വാതിൽ കൊളുത്തിൽ, ജിഷ കൊല്ലപ്പെട്ട മുറിയുടെ വാതിൽ കൊളുത്തിൽ പതിഞ്ഞ ചോരയിൽ നിന്നും കിട്ടിയ DNA. ചെരുപ്പിൽ നിന്ന് രക്തം ശേഖരിച്ചിരുന്നു, ഇതിൽ നിന്ന് DNA കിട്ടിയിരുന്നു. ഇതുകൂടാതെ നഖത്തിനിടയിലെ, ജിഷയുടെ നഖത്തിനിടയിലെ ചർമ്മകോശത്തിൽ നിന്നും ശേഖരിച്ച DNA അമീറുൽ ഇസ്ലാമിന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞു. ചെരുപ്പിൽ പതിഞ്ഞ രക്തക്കറയും ഇതുകൂടാതെ കണ്ടെടുത്ത കത്തിയിൽ, കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയിലുള്ള രക്തക്കറയും ജിഷയുടേതാണ് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ഇത്തരത്തിൽ DNA ഫലവും രക്തപരിശോധനാ ഫലവും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അമീറുൽ ഇസ്ലാമിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അമീറാണ് പ്രതി എന്ന് അന്വേഷണ സംഘം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി കുറ്റപത്രം പരിഗണിക്കുക എന്നതാണ്. അത് ഈ മാസം 20-നായിരിക്കും കുറ്റപത്രം കോടതി പരിഗണിക്കുക. ഉമേഷാണ് ആ വിവരങ്ങൾ നൽകിയത്. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രത്തിൽ ഉള്ള ശാസ്ത്രീയ തെളിവുകളുടെ വിവരങ്ങൾ നമുക്ക് പീപ്പിൾ ടിവിക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി അജിംഷാദ് ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. അജിംഷാദ്, ഒരുപക്ഷെ ഈ കേസിന്റെ ഒരു സുപ്രധാനമായ പ്രത്യേകതയും അതുതന്നെയായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ, വളരെ സ്ട്രോങ് ആയ DNA റിപ്പോർട്ട് അടക്കം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? അതായത് സൗമ്യ, അല്പം മുമ്പ് ഡിവൈഎസ്പി ശശിധരൻ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ്. പോലീസ് പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് കാര്യങ്ങൾ നീക്കുന്നത്. നമുക്കറിയാം, മറ്റ് ഈ അടുത്തിടെ ഉണ്ടായ സൗമ്യ വധക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ, കോടതിയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. അതനുസരിച്ച് വളരെ ശാസ്ത്രീയമായ തെളിവുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോലീസ് കാര്യങ്ങൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത്, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിലെ ശാസ്ത്രീയ തെളിവുകൾ ഞാൻ വായിക്കാം സൗമ്യ. ബലാത്സംഗത്തിനിടെ അമീർ ജിഷയുടെ പുറത്ത് കടിച്ചിരുന്നു. ചുരിദാറിൽ പുരണ്ട ഉമിനീരിൽ നിന്ന് പ്രതിയുടെ DNA വേർതിരിച്ചെടുത്തു. അത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ നമ്പർ 1. 2, ജിഷയുടെ നഖങ്ങളിൽ അമീറുൽ ഇസ്ലാമിൻ്റെ തൊലി പറ്റിപ്പിടിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള DNAയും കണ്ടെത്തി. അത് നമ്പർ 2. 3, ചുരിദാറിലെ ചോരയിൽ നിന്ന് അമീറിൻ്റെ DNA സ്ട്രക്ചർ വേർതിരിച്ചെടുത്തു. 4, വീട്ടിലെ വാതിൽ നിന്ന് അമീറിൻ്റെ രക്തം ലഭിച്ചു. അതിൻ്റെയും DNA അത് അമീറിൻ്റേതാണെന്ന് വ്യക്തമാക്കുന്ന എല്ലാ പരിശോധനകളിലൂടെയും അത് ബോധ്യമാക്കി. ഇതിൽ നിന്ന് DNA വേർതിരിച്ചെടുത്താണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 4. 5, കൊലക്കത്തിയിൽ നിന്ന് ജിഷയുടെ DNA കണ്ടെത്തി. ജിഷയുടെ DNA കൊലക്കത്തിയിൽ നിന്ന് കണ്ടെത്തി. ഇതാണ് 5ാമത്തെ ശാസ്ത്രീയമായ തെളിവ്. 6, പ്രതിയുടെ ചെരുപ്പിലെ ജിഷയുടെ രക്തത്തിൽ നിന്ന് ഉള്ള DNA. പ്രതിയുടെ ചെരുപ്പിൽ ജിഷയുടെ രക്തം കണ്ടെത്തിയ ആ രക്തത്തിൻ്റെ സാമ്പിളുകൾ ജിഷയുടെ തന്നെയാണെന്ന് ബോധ്യമാക്കുന്ന DNA. അത് ശാസ്ത്രീയമായ തെളിവ് നമ്പർ 6. 7, ചെരുപ്പിൽ പതിഞ്ഞ മണൽ ജിഷയുടെ വീട്ടിലേതാണെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ബോധ്യമായ കാര്യവും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 7 തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പുതിയതായി കുറ്റപത്രത്തിൽ നിന്നുള്ള ശാസ്ത്രീയ തെളിവുകളായി പോലീസ് ക്രോഡീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം സൗമ്യ വധക്കേസിലുണ്ടായ പല തിരിച്ചടികൾ, മുൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസിൽ നിന്നുണ്ടായ തിരിച്ചടികൾ, സുപ്രീം കോടതിയിൽ നേരിട്ട തിരിച്ചടികളൊക്കെയും കരുതി വളരെ സൂക്ഷ്മതയോടുകൂടി ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് ജിഷ കേസിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇങ്ങനെ 7 കാര്യങ്ങൾ, അതായത് ജിഷയുടെ വീട്ടിൽ ചെന്നു എന്നുള്ളതിന് ചെരുപ്പിൽ പതിഞ്ഞ മണൽ ജിഷയുടെ വീട്ടിലേതാണെന്ന്, അത് അമീറുൽ ഇസ്ലാമിൻ്റെ ചെരുപ്പാണെന്നും ബോധ്യമാക്കുന്നു. ചെരുപ്പിൽ നിന്ന് ജിഷയുടെ രക്തത്തിൻ്റെ സാമ്പിളുകൾ കണ്ടെത്തുന്നു. പിന്നീട് ജിഷയുടെ ചുരിദാറിൽ നിന്ന് കണ്ടെത്തിയ രക്തം, ഉമിനീര്, കടിയുടെ പാട്, ഇതൊക്കെ അമീറുൽ ഇസ്ലാമിൻ്റെ തന്നെയാണെന്ന് ബോധ്യമാക്കുന്ന തെളിവുകൾ. ഇത്തരത്തിൽ പോരാത്തതിന് ജിഷയുടെ നഖത്തിനുള്ളിൽ നിന്ന് അമീറുൽ ഇസ്ലാമിൻ്റെ തൊലി പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ തൊലി, അത് DNA സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ അത് അമീറുൽ ഇസ്ലാമിൻ്റെ തന്നെയാണ് എന്നും ബോധ്യമാകുന്നു. ബലാത്സംഗത്തിനിടെ അമീർ കടിച്ചിരുന്ന കടി, ആ കടിയുടെ പാട്, അതിൻ്റെ ആഴം, അതിൻ്റെ അളവ്, അത്തരത്തിൽ അതിൽ പുരണ്ട ഉമിനീരിൻ്റെ കണക്ക്, ഇതൊക്കെ DNA സ്ട്രക്ചർ വഴി ബോധ്യമായിട്ടുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയ തെളിവിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ കുറ്റപത്രത്തിനുള്ളത് സൗമ്യ. ഒരുപക്ഷെ അവിടെ തന്നെയാണ് ഒരുപക്ഷെ കുറ്റപത്രം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവതരവും ഒരുപക്ഷെ ഈ വിധത്തിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ളതും കൂടിയാകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യ അന്വേഷണ സംഘം വളരെ പിന്നോട്ട് നിന്നിരുന്നു. യാതൊരു തെളിവും ശേഖരിക്കാനാവാത്ത വിധത്തിൽ ഒരുപക്ഷെ നിർണായകമായ ആ ചെരുപ്പ്
പോലും അതുമായി ബന്ധപ്പെട്ട് പോലും കൃത്യമായ ഒരു നിരീക്ഷണം നടത്താനോ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ അന്വേഷണ സംഘം എത്തിയപ്പോഴാണ് ഒരുപക്ഷെ വലിയൊരു സംശയത്തിന് നിഴലിലാണ് ആ അന്വേഷണം, അതായത് ഒരു വലിയ ആശങ്കയുടെ ഘട്ടത്തിലാണ് ആ അന്വേഷണ സംഘം എത്തുന്നത്. ഇനി എന്തു ചെയ്യും, യാതൊരു തെളിവുകളും ഇനി ശേഖരിക്കാനാകുമോ എന്നൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇത്രയും വളരെ സ്ട്രോങ് ആയ ഒരു കുറ്റപത്രം കൂടി ഉണ്ടാകുന്നത്. അജിംഷാദ്, അതായത് സൗമ്യ, ഇതിനകത്ത് ആദ്യ അന്വേഷണ സംഘത്തിന്റെ പരിശോധന, അതായത് മുൻ സർക്കാരിന്റെ കാലത്താണ് ജിഷ കൊല ചെയ്യപ്പെടുന്നത്. പീപ്പിൾ ടി വിയാണ് ഇത് പുറം ലോകത്തിൽ എത്തിക്കുന്നത്. ഒരു ദിവസത്തിന് ശേഷം പീപ്പിൾ ടി വി ഇത് പുറം ലോകത്തെ എത്തിക്കുന്നത് വരെയും ഇത് അസ്തമിച്ച് കിടന്നിരുന്ന ഒന്നാണ് ഇത്രയേറെ വലിയ ക്രൂരമായ കൊലപാതകം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മശക്തിയിൽ നിന്നും നാം പരിധിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം ആദ്യ അന്വേഷണ സംഘം ആ ഘട്ടം മുതൽ വരുത്തിയ വൻ വീഴ്ചകൾ ഒരുപക്ഷെ അന്വേഷണത്തെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷം അടുത്ത സർക്കാർ എത്തുകയും ജിഷ കൊലപാതകം വളരെ ശക്തമായി അന്വേഷിക്കണമെന്ന രണ്ടാം അന്വേഷണ സംഘത്തിൻ്റെ തെളിവുകൾ, ആദ്യ അന്വേഷണ സംഘം ശേഖരിച്ചതും ദുർബലമാക്കിയതുമായ തെളിവുകളെ ഒക്കെ പരമാവധി ശേഖരിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ സാധ്യതകൾ കണ്ടെത്തി അതിലേക്കൊക്കെ അന്വേഷണത്തെ പരിവേശിപ്പിച്ച് ചെരുപ്പുകൾ കണ്ടെത്തി, ആ ചെരുപ്പിൽ നിന്നുള്ള DNA സ്ട്രക്ചർ കണ്ടെത്തി. അതിനുശേഷം കൊലപാതകി ഇന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അമീറുൽ ഇസ്ലാമിനെ പിടികൂടുന്നത്. അങ്ങനെ ഒരു വലിയ പ്രത്യേകത അപൂർവം കേസുകളിലേ ഉണ്ടാകൂ. അത്തരത്തിലൊരു പ്രത്യേകത ഈ കേസിനുണ്ട്. ആ പ്രത്യേകതകളുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. അതുകൊണ്ടാണ് അക്കമിട്ട് നിരത്തി നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങളിൽ ഉള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് നിമിഷങ്ങളിൽ നമുക്ക് എത്താനാകും. പക്ഷേ കുറ്റപത്രത്തിലുള്ള നമുക്ക് ലഭിച്ച ആ 7 തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ അക്കമിടുമ്പോൾ മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ശാസ്ത്രീയമായി തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അന്വേഷണം, കുറ്റപത്രം എന്നുള്ളതാണ്. അതാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത്. സൗമ്യ, ഒരുപക്ഷെ അജിംഷാദ് സംസാരിച്ചതിനിടയിൽ പറഞ്ഞൊരു സുപ്രധാനമായ വിഷയമുണ്ട്. നിലവിൽ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരിച്ചടിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ, വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ. അവിടെയും നിയമത്തിന് മുന്നിൽ സ്വാഭാവികമായും ശാസ്ത്രീയമായ തെളിവുകളാണ് സുപ്രധാനം, അതിനും അപ്പുറത്തേക്ക് മറ്റ് സാഹചര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ഈ ഒരു കുറ്റപത്രത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി. അതായത് ദൃക്സാക്ഷികൾ ഇല്ലാത്ത കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒഫൻസുകളെ ഒക്കെ നിർണായകമായി സ്വാധീനിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളാണ്. ഈ സാഹചര്യ തെളിവുകൾ, ഒരുപക്ഷെ സാക്ഷിമൊഴിയില്ല. നമുക്കറിയാം ഏറ്റവും പ്രമാദമായ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കേസ് സൗമ്യ വധക്കേസിൽ പ്രതിയെ ഇത്തരത്തിൽ സാക്ഷിമൊഴികളുടെ അഭാവം കൊണ്ട് പ്രതിക്ക് പല ആനുകൂല്യങ്ങളും ലഭ്യമായി. അത് മുൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശേഖരിക്കപ്പെട്ടത്. അത് പോട്ടെ. അപ്പോൾ അത്തരത്തിൽ ശേഖരിക്കപ്പെട്ട സംഭവങ്ങളുടെ തെളിവുകളുടെ അപര്യാപ്തത ഒരു പക്ഷേ ഈ കേസിലും ഉണ്ടാകാം. കാരണം ഇവിടെ ദൃക്സാക്ഷിയില്ല. ഇങ്ങനെ ദൃക്സാക്ഷിയില്ലാത്ത ഒരു കേസിനെ എങ്ങനെയാണ് ഭരണകൂടം സമീപിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടി ഈ കുറ്റപത്രത്തിൽ നിന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. അതായത് ശാസ്ത്രീയമായ തെളിവുകളുടെ പരിശോധന. ഒരു പക്ഷേ ജിഷ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം പ്രതിയെ കാണാനില്ല, പ്രതിയെ പിടികൂടിയതിന് ശേഷം ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന പ്രത്യേകതയല്ല ഇതിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പല തെളിവുകളും ക്രോഡീകരിച്ചു. ആദ്യ അന്വേഷണ സംഘം വീഴ്ച വരുത്തിയത് കൊണ്ട് നഷ്ടമായതൊഴികെയുള്ള ബാക്കിയുള്ള പരമാവധി ശാസ്ത്രീയമായ തെളിവുകളെ ക്രോഡീകരിക്കാനും ശേഖരിക്കാനും അതിന് ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കാനും ഈ അന്വേഷണ സംഘം ശ്രമിച്ചു. അങ്ങനെ ലഭിച്ച ശാസ്ത്രീയമായ തെളിവുകൾ അതാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അമീറുൽ ഇസ്ലാമിന് നാളെ കോടതിയുടെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷന് എല്ലാവിധത്തിലും സഹായകമാകുന്ന രീതിയിൽ കൂടിയായിരിക്കും. ദൃക്സാക്ഷി മൊഴിയില്ലാത്തതുകൊണ്ട് സാഹചര്യ തെളിവുകളും വസ്തുതാപരമായ അതിൻ്റെ ശാസ്ത്രീയമായ വിലയിരുത്തലുകളും ഒക്കെ ക്രോഡീകരിക്കുന്ന വളരെ സമ്പന്നമായ, ഈ ഘട്ടത്തിൽ പറയാവുന്ന ഏറ്റവും സമ്പന്നമായ കുറ്റപത്രം തന്നെയാണ് ജിഷ കൊലപാതക കേസിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ മുമ്പുണ്ടായ സൗമ്യ വധക്കേസ് അടക്കമുള്ളവയിൽ ഉണ്ടായ തിരിച്ചടികളെ ഒക്കെ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ്. ഇവിടെ ദൃക്സാക്ഷിയില്ല, സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയേറെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സൗമ്യ, ബലാത്സംഗത്തിനിടെ അമീർ ജിഷയുടെ പുറത്ത് കടിച്ചിരുന്നു. ആ കടിയുടെ പാട് നമ്മൾ പീപ്പിൾ ടി വി ആ ഘട്ടത്തിലൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയം കൂടിയാണിത്. അങ്ങനെ കടിച്ചിരുന്നു. ആ ചുരിദാറിൽ പുരണ്ട ഉമിനീരുണ്ട്. ആ ഉമിനീര് ശേഖരിച്ചെടുത്തിരിക്കുന്നു. ആ ശേഖരിച്ചെടുത്ത ഉമിനീര് അമീറിൻ്റേതാണെന്ന് വ്യക്തമാക്കുന്ന DNA പരിശോധന. നമ്പർ 1. നമ്പർ 2,
ജിഷ ഈ കൊലപാതക ശ്രമങ്ങൾ നടത്തുന്നതിനെതിരെ മദ്യം വായിൽ ഒഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ നാം അമീറുൽ ഇസ്ലാമിൻ്റെ തന്നെ മൊഴികളിലൂടെ ലഭിച്ചതാണ്, വാർത്തയായതാണ്. ഈ ഘട്ടത്തിൽ അമീറിനെ മാന്തുന്ന ഘട്ടത്തിൽ ജിഷയുടെ കൈവിരലുകൾ നഖത്തിനിടയിൽ അമീറിൻ്റെ തൊലികൾ ഉണ്ടായിരുന്നു. ആ തൊലിയുടെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ആ സാമ്പിളുകൾ അമീറിൻ്റേതാണെന്ന് DNA പരിശോധനയുടെ ബോധ്യമായി. നമ്പർ 2 കുറ്റപത്രം 3 ചുരിദാറിൽ കണ്ടെത്തിയ ചോരയുടേതാണ്, രക്തത്തിൻ്റെതാണ്. ചുരിദാറിൽ പുരണ്ട രക്തം അത് അമീറിൻ്റേതാണ്. ജിഷയുടെ ചുരിദാറിൽ മരണസമയത്ത് ജിഷ ധരിച്ചിരുന്ന ചുരിദാറിൽ പുരണ്ടിരുന്ന രക്തം അത് അമീറിൻ്റേതാണ്. അത് ബോധ്യമാക്കുന്ന DNA. അങ്ങനെ വളരെ ശാസ്ത്രീയമായ 3ആണത്. നമ്പർ 4 വീട്ടിലെ വാതിലിൽ നിന്ന് ലഭിച്ചു. നമുക്കറിയാം വാതിൽ പിടികളിൽ കട്ടളയിലൊക്കെയും കൈവിരലുകളുടെ പാടുണ്ടായിരുന്നു, രക്തം കലർന്ന പാടുകളുണ്ടായിരുന്നു. ആ കൈവിരലിൻ്റെ പാടുകൾ, ആ രേഖകൾ, ഒപ്പം വാതിലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രക്തം, പിടിവലിക്കിടെ അമീറിൻ്റെയും ശരീരം പല ഘട്ടത്തിലും മുറിഞ്ഞിരുന്നു. ആ രക്തം അത് അമീറിൻ്റേതായിരുന്നു എന്നുള്ളത്. ഇതിൽ നിന്ന് അമീറിന് ഒരു ഘട്ടത്തിലും, ഇതിൻ്റെ വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിലും അമീറിന് വേറൊരു ആനുകൂല്യവും ലഭിക്കില്ല എന്ന് ഉറപ്പാക്കാൻ തക്ക വിധമുള്ള DNA പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ. പിന്നെ 5 കൊലക്കത്തിയിൽ നിന്നും ജിഷയുടെ DNA കണ്ടെത്തി. അതായത് വഴിയിൽ അമീറുൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോയ കൊലക്കത്തി, ആ കൊലക്കത്തിക്കുള്ളിൽ ആ കൊലക്കത്തി ജിഷയെ കൊല്ലാൻ ഉപയോഗിച്ചതാണ്. ആ കൊലക്കത്തിയിൽ അമീറിൻ്റെ പാടുകൾ, കൈവിരലുകളുടെ പാടുകളുണ്ട്. ആ പാടുകളുള്ള കൊലക്കത്തിയിൽ ജിഷയുടെ രക്തം തന്നെയാണ് കണ്ടെത്തിയതെന്നും DNA പരിശോധന. അപ്പോൾ കത്തി ഉപയോഗിച്ച് അമീർ തന്നെയാണ് കൊലപ്പെടുത്തിയതിനുള്ളതിനും ശാസ്ത്രീയമായ തെളിവുകളാണ്. 6 പ്രതിയുടെ ചെരുപ്പിലെ ജിഷയുടെ രക്തം കണ്ടെത്തിയത്. അതാണ് ചെരുപ്പ് വളരെ നിർണായകമായിരുന്നു. ആദ്യ അന്വേഷണ സംഘം പോലും ചെരുപ്പിനെ ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ അന്വേഷണ സംഘം ആ ചെരുപ്പ് മതിലിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നു എന്നതൊക്കെ വളരെ വിവാദമായിരുന്നു സൗമ്യ. അതൊക്കെ പരിശോധിക്കണം. അപ്പോൾ ആ ചെരുപ്പ് അത് അമീറിൻ്റേതായിരുന്നു. അത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ചെരുപ്പായിരുന്നു. അങ്ങനെയാണ് ചെരുപ്പുമായി ബന്ധപ്പെട്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത്. ആ ചെരുപ്പിൽ നിന്നും കണ്ടെത്തിയ രക്തം അത് അമീറിൻ്റെ ചെരുപ്പാണെന്നും ആ രക്തത്തിൽ കണ്ടെത്തിയത് ജിഷയുടെ രക്തമാണെന്നും DNA സ്ട്രക്ചറിലൂടെ മനസ്സിലായിരിക്കുന്നു, DNA പരിശോധനയിലൂടെ മനസ്സിലായിരിക്കുന്നു. ചെരുപ്പിൽ പതിഞ്ഞ മണൽ ജിഷയുടെ വീട്ടിലേതാണെന്ന് ശാസ്ത്രീയ പരിശോധന. അതായത് കൊലപാതകത്തിന് ശേഷം അമീർ പുറത്തെത്തി ഉപേക്ഷിച്ചു പോയ ചെരുപ്പ് അമീറിൻ്റേതാണ്. ആ ചെരുപ്പിൽ ജിഷയുടെ രക്തമുണ്ടായിരുന്നു. ആ ചെരുപ്പ് അമീറിൻ്റേതാണ്. തിരികെ എത്താം. അഡ്വക്കേറ്റ് ഉദയഭാനു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഉദയഭാനു, വളരെ ശാസ്ത്രീയമായ തെളിവുകൾ അക്കമിട്ട് നിരത്തിയുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ കാര്യങ്ങൾ, DNA പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വിജയ സാധ്യതയെ കുറിച്ച് നാം പറയണമെങ്കിൽ ആ രേഖകൾ, സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ എണ്ണമല്ല പ്രശ്നം, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണപരമായ നിലവാരമാണ് പ്രശ്നം. അങ്ങനെ ഗുണപരമായിട്ടുള്ള നിലവാരം പരിശോധിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടായാൽ മാത്രമേ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ നമ്മുടെ വിലയിരുത്തലിനോ സഹായകമാകുകയുള്ളൂ. ഏതായാലും അന്വേഷണ ഏജൻസിയെ ഇന്ന് അഭിനന്ദിക്കാൻ ഇന്ന് അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്, ഇന്ന് അന്വേഷണ ഏജൻസി ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള വീഴ്ചയുടെ ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് പ്രതിക്ക് ജാമ്യം കിട്ടാൻ പര്യാപ്തമാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അത് അന്വേഷണ ഏജൻസിയുടെ ഒരു വീഴ്ചയാണ്. ഏതായാലും ഈ സൗമ്യ കേസിന്റെ പരാജയം മനസ്സിലാക്കി പ്രോസിക്യൂട്ടിംഗ് ഏജൻസി ഒന്നാകെ തടകുടഞ്ഞ് എഴുന്നേറ്റ് ഇപ്രകാരം ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഇടയായത് അതിന്റെ 1ാം ഘട്ടത്തിലെ വിജയം തന്നെയാണ്. ഇനി ഈ രേഖകൾ ഏതെല്ലാമാണെന്നും ആ രേഖകൾ എങ്ങനെ സംസാരിക്കുന്നു എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ. തീർച്ചയായും അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരുപക്ഷെ നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി, സൗമ്യ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന വലിയൊരു പിഴവിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇത് പരിശോധിക്കാൻ. ഇവിടെ ഒരു സുപ്രധാനമായ വിഷയം, ഇവിടെ ദൃക്സാക്ഷികളില്ല, തെളിവുകളാണ് സുപ്രധാനം. അവിടെയും ശാസ്ത്രീയ തെളിവുകൾ, DNA റിസൾട്ട് പോലെ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ജിഷയുടെ ശരീരത്തിൽ അമീറിന്റെ രക്തക്കറയിൽ നിന്ന് ലഭിച്ച DNA, അമീറിന്റെ ചെരുപ്പിൽ നിന്ന് ലഭിച്ച ജിഷയുടെ രക്തക്കറയിൽ ഉള്ള DNA, ഒപ്പം തന്നെ കൊലക്കത്തിയിൽ നിന്നും ജിഷയുടെ രക്തക്കറ അടക്കമുള്ള കാര്യങ്ങൾ. ഇത്തരം ശാസ്ത്രീയമായ വിഷയങ്ങൾ ഒരു പക്ഷേ സൗമ്യ കേസിൽ സംഭവിച്ച ആ ഒരു പിഴവ് പോലെ ഇവിടെ ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ കൂടി നൽകുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും സൗമ്യ കേസ്
അത് പൊതുസമൂഹത്തിന് മാത്രമല്ല അന്വേഷണ ഏജൻസികൾക്ക് ആരുടെ തന്നെ ഒരു പാഠമായിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, ലോക്കൽ പോലീസ് ആയിക്കോട്ടെ, ഏത് പോലീസിനും ഈ കാര്യത്തിൽ ഒരു പാഠം തന്നെയാണ്. പഴുതുകൾ അടയ്ക്കുക, പരമാവധി വിവരങ്ങൾ ശേഖരണം നടത്തുക, ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു ചേരുംപടി ചേർക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലമാക്കി മാറ്റുക. ഇതെല്ലാം ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം അന്വേഷണ ഏജൻസികൾക്ക് വരാൻ പര്യാപ്തമായിരുന്നു ഈ സൗമ്യ കേസ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തികച്ചും ജാഗരൂകമായി തന്നെ ആയിരിക്കണം പ്രോസിക്യൂഷൻ മുന്നോട്ട് നീങ്ങുന്നത്. വെച്ചിരിക്കുന്ന രേഖകൾ, വസ്തുതകൾ, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ ഇവയെല്ലാം തന്നെ പ്രതിയുടെ കുറ്റം പൂർണ്ണമായിട്ട് സ്ഥാപിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ രേഖകൾ, ഇതെല്ലാം ഈ കുറ്റപത്രത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. അത് ഏത് രീതിയിൽ ഗുണപരമായി ഉതകും എന്ന കാര്യം മാത്രമാണ് ഇനി നാം പരിശോധിക്കേണ്ടത്. ആ പരിശോധന വളരെ വിശദമായി നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റകൃത്യം സ്ഥാപിച്ചുകൊണ്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും. വളരെ നന്ദി അഡ്വക്കേറ്റ് ഉദയഭാനു നമ്മളോട് പ്രതികരിച്ചതിന്. നിയമവിദഗ്ധനായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു പക്ഷേ ആദ്യ അന്വേഷണ സംഘം വെറുതെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന 2 ചെരുപ്പുകളിൽ നിന്നുമാണ് ഇത്രയും വലിയ ശാസ്ത്രീയ തെളിവുകളിലേക്ക് കുറ്റപത്രം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഇവിടെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, കൊലക്കത്തിയിൽ നിന്ന് ജിഷയുടെ രക്തത്തിന്റെ സാമ്പിൾ ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ച ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എത്രത്തോളം സേഫ് ആണ് കാര്യങ്ങൾ? അല്ല, ഇവിടെ ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയാണ് സൗമ്യ വധക്കേസിലും ഹാജരാക്കിയത്. നഖം, മറ്റു ചില ഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ എല്ലാം അന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളാണെന്ന് അന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചവർ ഈ സൗമ്യ കേസിലെ സുപ്രീം കോടതി വിധി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൂടി വായിച്ചിട്ട് വേണം ഇത് ചെയ്യുന്നതിന്. കാരണം പോരായ്മകൾ, വീഴ്ചകൾ, വിട്ടുകിടക്കുന്ന കണ്ണികൾ, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറ്റമറ്റ ഒരു കുറ്റപത്രം ആണ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രതീക്ഷിക്കുകയാണ്. കാരണം അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെയുള്ളത് സൗമ്യ കേസിലെ പോലെ തന്നെ പല കാര്യങ്ങളും സമാനതകൾ ഈ കേസിലുമുണ്ട്. ചില അജ്ഞാതർ, അവിടെ ഒരു തീവണ്ടിയിലെ യാത്രക്കാരൻ അജ്ഞാതനാണ്. അയാൾ ആര് എന്ന ചോദ്യം സുപ്രീം കോടതിയിലുണ്ടായി. കോടതി ചോദിച്ചു. ഇവിടെയും അതുപോലെ ആ വീട്ടിൽ മറ്റൊരാളുടെ സാന്നിധ്യം, അയാൾ ആര് എന്ന ചോദ്യം ഉണ്ടാകാമല്ലോ കോടതിയിൽ നിന്ന്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കുറ്റപത്രം വായിക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംശയങ്ങളുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും വ്യക്തമായ ഉത്തരങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ രീതിയിൽ ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷന് കഴിയട്ടെ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ദയവായി തുടരുക. ശ്രീ ജെയിംസ് വടക്കംചേരി, ക്രിമിനോളജിസ്റ്റ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കംചേരി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴുതടച്ച ഒരു കുറ്റപത്രം എന്നൊക്കെ ശാസ്ത്രീയമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് മുന്നിൽ വലിയ ഒരു അപകടകരമായ ഒരു സുപ്രീം കോടതി വിധി കഴിഞ്ഞ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയിൽ നിന്നുകൂടി വേണം ഈ കുറ്റപത്രത്തെ നമ്മൾ സമീപിക്കാൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ജിഷ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഊഹാപോഹങ്ങൾ, പിന്നീട് അമീറുൽ അല്ല ഒപ്പം ഒരു സഹായി ഉണ്ടെന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ഇതിലേക്ക് കാര്യങ്ങൾ പ്രതിയെ ഈ ഒരു കൃത്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച സാഹചര്യം, പ്രതി പറഞ്ഞ കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു കുറ്റപത്രത്തിന്റെ ഈ ഒരു സ്ട്രെങ്ത്തിനെ മറികടന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ? അതായത് ഇതിനകത്ത് ഇപ്പൊ ശാസ്ത്രീയ തെളിവുകളുണ്ട് എന്നൊക്കെ ഇപ്പൊ ടിവിയില് ഇത് എല്ലാ ചാനലുകളും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ശാസ്ത്രീയ തെളിവുകളുടെ ക്വാളിറ്റി എത്രമാത്രം ക്വാളിറ്റി ഉള്ള ശാസ്ത്രീയ തെളിവുകളാണ്. ഇപ്പൊ രക്തം കണ്ടു, DNA കണ്ടു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു, വളരെ ദിവസങ്ങളോളം കസ്റ്റഡിയിലായിരുന്നു. ആ കസ്റ്റഡിയിലൊക്കെ വെച്ചിരിക്കുന്നതായ ഈ പ്രതിയുടെ രക്തമൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ ആ കണ്ട രക്തത്തിന്റെ DNA എന്നുള്ളതിലേക്ക് അതിന്റെ ഏജ് എത്രയാണ് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതായത് എത്ര പഴക്കമുള്ള രക്തമാണ് കണ്ടത്, ഒരാഴ്ച പഴക്കമുള്ളതാണോ അത് 2 ആഴ്ച പഴക്കമുള്ളതാണോ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ കത്തിയിൽ കണ്ടതായ രക്തത്തിന്റെ വഴക്കം നിശ്ചയിലേക്ക് വരുമ്പോൾ അത് വളരെ റീസെന്റ് ആയിട്ടുള്ള രക്തമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഓഫ് ദ എവിഡൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല
ഇതിനകത്ത് ശേഖരിച്ചു എന്ന് പറയുന്ന തെളിവുകളൊക്കെ ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം ഒന്നും അന്വേഷിക്കാതെ പോയി പോലീസ് എടുത്തതായി തെളിവായതുകൊണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, അതിന്റെ സ്കെച്ച്, ആ ഫോട്ടോഗ്രാഫ്സിന്റെ വിവിധ തരങ്ങൾ, ഡാമേജഡ് ആയിട്ടുള്ള സീൻ ഓഫ് ക്രൈം ആണോ, ആ സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ അവിടെ വാതിക്കത് രക്തം കണ്ടു എന്ന് പറയുന്നു. ആ രക്തം എന്ത് കളക്ട് ചെയ്താണ്, എപ്പോൾ കളക്ട് ചെയ്താണ്, അതിന്റെ ഏജ് എത്രയാണ്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ക്വാളിറ്റി ഓഫ് എവിഡൻസിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ കുറ്റപത്രത്തിന്റെ ശക്തിയും അതിന്റെ പ്രാധാന്യവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാക്ഷികളില്ല, ദൃക്സാക്ഷികളില്ല. കൊലപാതകത്തിന്റെ കേസാകുമ്പോൾ തീർച്ചയായിട്ടും ദൃക്സാക്ഷികളില്ലാതെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ളതായ ഈ ശാസ്ത്രീയ തെളിവുകൾ എന്ന് നമ്മൾ എണ്ണം എത്ര കണ്ടമാനം 195 സാക്ഷിയുടെ അതിനകത്ത് 15 പേരെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി രേഖകളുണ്ട് എന്നൊന്നും പറഞ്ഞ് രേഖകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ ഈ തെളിവുകളുടെ എണ്ണത്തിലോ ഒന്നല്ല കാര്യമിരിക്കുന്നത്, അതിന്റെ ക്വാളിറ്റിയാണ് നോക്കണം. അതുകൊണ്ട് ആ ക്വാളിറ്റി ഓരോ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ഈ കണ്ടതായ രക്തത്തിന്റെ ഏജ്, അതുപോലെയുള്ള DNA, ഇതുപോലെ ജിഷയുടെ ആ മദ്യത്തിന്റെ കാര്യങ്ങള്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതെല്ലാം കൂടി അന്വേഷിച്ച് ചെയ്ത് വരുമ്പോൾ എത്രമാത്രം ഇത് ശക്തമാണെന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരികെത്താം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീ ജെയിംസ് വടക്കുംചേരി ഒരുപക്ഷെ അതിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി പ്രത്യേകിച്ച് കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാകും നിയമപരമായി ഈ വിഷയം ചിന്തിക്കപ്പെടുക എന്നുകൂടി ചിന്തിച്ച് വേണം കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. പൂർണ്ണമായും അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു അവഗണന കേസുമായി ബന്ധപ്പെട്ട്, തെളിവ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രതിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നു ഇന്റൻഷൻ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, പ്രതിയുടെ മൊഴിയിലെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ വിഷയത്തിലേക്കൊക്കെ കൂടി കടക്കുമ്പോൾ അത് കൂടുതൽ ദുർഘടമാകുമോ കേസ് നിയമത്തിന് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ? അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ കൂടെ സൗമ്യ വധക്കേസിലെ സുപ്രീം കോടതി വിധിയെ പരാമർശിക്കേണ്ടി വരുന്നത്. സമാനതകൾ പലതുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടെ ഇനി DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ശാസ്ത്രീയമായ തെളിവുകൾ ശ്രീ വടക്കഞ്ചേരി പറഞ്ഞതുപോലെ അതിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി എത്രമാത്രം അത് നമുക്കിപ്പോ പറയാൻ കഴിയില്ല, കാരണം നമ്മളത് വായിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, എവിടെയോ ചിലതൊക്കെ മറച്ചു വയ്ക്കാൻ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം വന്നുപോയാൽ ഈ കേസ് പോയി. ഈ കേസിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി ഒരു വാടക കൊലയാളിയാണ് എന്ന ആക്ഷേപമൊക്കെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആരെയൊക്കെയോ സംരക്ഷിക്കുന്നുള്ള ശ്രമത്തിലാണ് ആദ്യഘട്ടങ്ങളിൽ ശേഖരിക്കാൻ കഴിയുമായിരുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കാതിരുന്നതും അവ നഷ്ടപ്പെട്ടു പോകാനിടയാക്കിയതും അതൊക്കെ അന്ന് വന്നിരുന്നു. മൃതദേഹം തിരക്കിട്ട് സംസ്കരിച്ചത് ഉൾപ്പെടെ ഉള്ള ആശങ്കകൾ ഒക്കെ അന്ന് വന്നിരുന്നു. അപ്പൊ എവിടെയോ ചില കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒരു അദൃശ്യനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അതിപ്പോഴും ഇങ്ങനെ നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വന്നുപോയാൽ കോടതിയിൽ, അത് കേരളത്തിലല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു പ്രതിക്ക് സഹായകമായി തീരും. അതാണ് ഒരു അനുഭവ പാഠം എന്ന നിലയിൽ ഇപ്പോൾ ഒരു വിധി നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവ്വം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി എല്ലാ പഴുതുകളും അടയ്ക്കാൻ പ്രോസിക്യൂഷന് കഴിയണം. ഞാൻ തിരികെ എത്താം. ശ്രീ ജെയിംസ് വടക്കുംചേരി, ഒരുപക്ഷെ സൗമ്യയുടെ വിഷയത്തിലും സംഭവിച്ചത് അതാണ്. ഇത്ര ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അല്ലായിരുന്നു കാര്യങ്ങൾക്ക് പിഴവ് സംഭവിച്ചത്. ആ ഒരു ദൃക്സാക്ഷി, ആ മധ്യവയസ്കന്റെ ആ മൊഴി എന്ന് പറയുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടുള്ളതോളം സുപ്രധാനമാണ് എന്നും പ്രത്യേകിച്ച് മറ്റ് 2 പേർ ആ ദൃക്സാക്ഷിയെക്കുറിച്ച് പരാമർശിക്കുന്നത് പോലും ആ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു സൗമ്യ കേസിൽ അങ്ങനെ ഒരു വലിയ പിഴവ് സംഭവിച്ചത്. ഒരുപക്ഷെ നിരന്തരമായ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട കൂടുതൽ ശ്രദ്ധ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട കൂടുതൽ ശ്രദ്ധ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ? തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. അതായത് ആ കേസ് ഇപ്പൊ തൊട്ട് മുമ്പിലായതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് അത് വേണ്ടത്ര വിധത്തിൽ വളരെ ചിന്തിച്ചൊക്കെ ആയിരിക്കും അവര് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഒത്തിരി സംശയങ്ങളും അതുപോലെയുള്ളതായ വാടക കൊലയാളികളുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് എത്രമാത്രം ഇപ്പൊ ഒരു സ്ത്രീ അവിടെ കണ്ടു എന്ന് പറയുന്നു. ആ സ്ത്രീയെ തൊട്ട് മുമ്പിൽ താമസിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ ഈ പയ്യനെ വളരെ പലപ്പോഴും കണ്ടിട്ടുള്ളതാകാം. അതുകൊണ്ട് അവർ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്നതിനൊക്കെ എത്രമാത്രം ഒരു എവിഡൻസ് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഈ അവിടേക്ക് പോയതായ ഈ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ളതായ തെളിവുകൾ എന്താണ്, മദ്യലഹരി, അതുപോലെ തന്നെ ഇവനെ
ലൈംഗിക വൈകൃതമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ആടുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ടാണ് അതൊരു വൈകൃതമാണോ, അത് മെഡിക്കൽ അതിൽ സൈക്കോളജിക്കലായി സൈക്കാട്രിക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ലൈംഗിക വൈകൃതം എന്ന് പറയത്തക്ക വിധത്തിലുള്ള തെളിവുകൾ എന്താണ് ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. അതിനെ സൈക്കാട്രി ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ലൈംഗിക വൈകൃതമുണ്ട് എന്നും അത് ആടിന്റെ ലൈംഗിക വൈകൃതം ബെസ്റ്റിലിറ്റി ഉള്ളതായ ആളുകൾ ആ വൈകൃതം മനുഷ്യരിലേക്ക് വേണമെന്നില്ല. ചില ആളുകൾക്ക് മൃഗങ്ങളോടുള്ള വൈകൃതം ഉണ്ടാകും, പക്ഷെ അവർക്ക് മനുഷ്യരോട് വൈകൃതം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ആടിനോടുണ്ടായ വൈകൃതമാണോ മനുഷ്യരിലേക്ക് വന്നത്, അത് എങ്ങനെ പിന്നെ വളരെ വെയിറ്റിലും ഭാരത്തിലും ഒക്കെ വളരെ ലോലനായിട്ടാണ് നമ്മൾ കാണുന്നത്. ശിശുക്കാണി കുറേയുടെയൊക്കെ ആരോഗ്യം തടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു കുട്ടിയെ ഒരു കത്തി കൊണ്ട് കുത്തി വരുത്താൻ തക്ക വിധത്തിലുള്ളതായ കെട്ടാൻ ഇതൊക്കെ ഒത്തിരി അതിനകത്ത് ചർച്ചാ വിഷയമായിട്ട് വരും. അതിപ്പോ വളരെ നന്ദി ശ്രീ ജെയിംസ് വടക്കുംചേരി. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ ജെയിംസ് വടക്കുംചേരി. ഒപ്പം തന്നെ ശ്രീ സെബാസ്റ്റ്യൻ പോളി അവസരത്തിൽ ഞാൻ കൂടെ പ്രതികരിച്ചതിന്. ഏതായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല എങ്കിലും DNA പരിശോധനാ റിസൾട്ട് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ നൽകിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പഴുതുകൾ അടച്ചുള്ള ഒരു കുറ്റപത്രം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ സൗമ്യ കേസിൽ സംഭവിച്ചതുപോലെയുള്ള വലിയ സാധ്യതകൾ ഇവിടെ പ്രതിക്ക് ഉണ്ടായേക്കാവുന്ന ഒരു അപകടകരമായ ഒരവസ്ഥ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിയമവിദഗ്ധർ.